ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹന്നാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ മിക്കവരും തന്നെ സാമ്പാർ പൊടി ചേർത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കാറ്. എന്നാൽ ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയുള്ള ഒരു സാമ്പാറിൻ്റെ വീഡിയോ ആണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഞാൻ ഒരു അരക്കപ്പ് പരിപ്പൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് തുവരപ്പരിപ്പാണ്. ഇത് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്തതാണ്. ഇതിപ്പോൾ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഞാനിവിടെ കുക്കറിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ചുവന്നുള്ളി ചെറുതായിട്ടൊന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി കുക്കർ അടച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പം കുതിർത്ത പരിപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി ഗ്യാസ് ഒന്ന് ഓണാക്കിയിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഈ പരിപ്പ് വേകുന്ന സമയത്ത് ഈ സാമ്പാറിന് വേണ്ടിയുള്ള അരപ്പൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. ഞാൻ ഈ പ്ലേറ്റിൽ ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ഒരു ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് ഉലുവ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് കടലപ്പരിപ്പും അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയും കൂടി ഇതിലിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിത് ഒത്തിരി ഒന്നും മൂപ്പിക്കുന്നില്ല, ബ്രൗൺ കളറൊന്നും ആക്കുന്നില്ല ഈ തേങ്ങയെ. പിന്നെ ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇതിലോട്ടിനി പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന പിരിയമുളകിൻ്റെ പൊടിയാണ്. ഞാൻ അധികം എരിവ് ചേർക്കാത്തതുകൊണ്ടാണ് പിരിയമുളകിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി വേണമെങ്കിൽ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താലും മതി. കരിഞ്ഞു പോകാതെ പ്രത്യേകം നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇതിപ്പം പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പിന്നെ സാമ്പാറിന് വേണ്ടിയുള്ള പച്ചക്കറികൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ക്യാരറ്റും മുരിങ്ങയ്ക്ക, തക്കാളി, പിന്നെ ഉരുളക്കിഴങ്ങ്, പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള, പിന്നെ ഒരു 2 പച്ചമുളക്. അതിന് ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കുക്കർ ചെറുതാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വേറെ പാത്രത്തിലെടുത്തിരിക്കുന്നത്. കുക്കറിലോട്ടിട്ട് വേവിച്ചാലും മതി ആ പരിപ്പിൻ്റെ കൂട്ടത്തിൽ. പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം പച്ചക്കറി ഇട്ട് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് കഷ്ണങ്ങളൊന്നും അധികം ഉടഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ചേർക്കാനുള്ള വാളംപുളി ഞാനിവിടെ കുറച്ച് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനി നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം കഷ്ണങ്ങളൊക്കെ ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് ഒന്ന് തിളപ്പിക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് തിളപ്പിച്ചാൽ മതി. ഒത്തിരി നേരം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സാമ്പാർ ചിലപ്പോൾ ഇരിക്കും തോറും ഒന്ന് കുറുകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ അതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അയച്ചാൽ മതി. ഇനി അതൊന്ന് താളിച്ചൊഴിക്കാം. അതിനുവേണ്ടി ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. അതൊന്ന് പൊട്ടി വരട്ടെ. ഞാനിപ്പോൾ ഇതിൽ ഉലുവ ചേർക്കുന്നില്ല. ഞാൻ മുമ്പേ ആ അരപ്പ് ഉണ്ടാക്കിയതിൽ ഉലുവ ചേർത്തിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് ഇനി ഒരു ഉണക്കമുളകും കൂടി കീറിയത് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി താളിച്ച് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ പൊടി ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചിയുള്ള സാമ്പാറാണിത്.
ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ആയാലും ഇഡലിയുടെയോ ദോശയുടെ കൂടെയോ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ സാമ്പാർ. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.